ഹലോ ഗായ്സ്, 2 ദിവസം വീട്ടിൽ നിൽക്കാനായിട്ട് പോയതാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം 2 ദിവസം എന്ന് പറയുന്നത് 2 ആഴ്ചയായിട്ട് മാറി. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളൊരു കല്യാണത്തിന് പോയത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കേണ്ട ഒരു സമയം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കണ്ണും തലയും കണ്ണ് തുറക്കാനോ തല പൊക്കാനോ പോലും പറ്റിയിട്ടില്ല. പെട്ടെന്നൊരു പനി പിടിച്ച്, കല്യാണത്തിന് പോയിട്ട് വന്ന് പെട്ടെന്നൊരു പനി പിടിച്ച്. അത് പിന്നെ കാത്തുമ്മയ്ക്ക് കിട്ടി, പിന്നെ കാശിക്കുട്ടന് കിട്ടി. അങ്ങനെ കുറച്ച് ദിവസം അൺസൈക്കബിളായിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അങ്ങനെ അതൊക്കെ മാറി നമ്മൾ നേരെ ശ്രാവൺചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ ശ്രാവൺചേട്ടൻ നമ്മൾ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ നമ്മൾ വരണ വഴിക്ക് അവിടെ നിന്ന് ഷവർമ്മയല്ല കാർത്തിക് റോള് വാങ്ങിച്ചിട്ടാണ് വന്നത്. എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂറിൽ കൂടുതലായി കിട്ടാൻ. അങ്ങനെ അരമണിക്കൂർ കൊണ്ട് വീട്ടിലെത്തേണ്ട ഞങ്ങൾ 2 മണിക്കൂറായി വീടെത്തിയപ്പോഴത്തേക്ക്. അത്രയ്ക്കും നല്ല ബ്ലോക്കായിരുന്നു. എന്നാലും നമ്മൾ ബ്ലോക്കൊക്കെ മാറി നേരെ വീട്ടിലെത്തി. കാത്തുമ്മ ഉറക്കമായിരുന്നു. അങ്ങനെ കാത്തുമ്മയ്ക്ക് മരുന്നൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് കാത്തുമ്മയെ എഴുപ്പിച്ച് കാർത്തിക് റോള് കൊടുക്കുകയാണ്. അവൾക്കത് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ അതിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഞാനും ശ്രാവൺചേട്ടനും കുറേ കാര്യങ്ങൾ ഒക്കെ സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിപ്പായി. ശ്രാവൺചേട്ടൻ ടൂറ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. കാത്തുമ്മയാണെങ്കിൽ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. കാത്തുമ്മയും നല്ല അവശതയായിരുന്നു, തല പോലും പൊക്കൂലായിരുന്നു. അങ്ങനെ നമ്മൾ വരണേൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ അവളെ കൊണ്ടുപോയി. ഡോക്ടറിനെ കാണിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് തന്നു. ആ ആൻറ്റിബയോട്ടിക് തന്നതിന് ശേഷമാണ് കാത്തുമ്മ ഒന്ന് ആ ഒരു ചിരി വരെ കണ്ടത് ആ ആൻറ്റിബയോട്ടിക് കഴിച്ചതിന് ശേഷമാണ്. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ശ്രാവൺചേട്ടൻ കുറച്ച് കഴിഞ്ഞ് ഒരു ഇഞ്ചിയിട്ട കട്ടനൊക്കെ എനിക്ക് കൊണ്ട് തന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഒരാശ്വാസം. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മളവിടെ ഇരിപ്പായി. കാത്തുമ്മ സൈഡിൽ നിന്ന് അച്ഛൻ്റെ അടുത്ത് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ കാത്തുമ്മ അവിടെ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് തൃപ്തിയായി അവിടെ അങ്ങ് ഇരിപ്പായി. അപ്പോൾ എത്രയുള്ളൂ ഗൈസ് ഇന്നത്തെ വിശേഷം. ടാറ്റാ.